ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വാശി എങ്ങനെ നിർത്താമെന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. കുട്ടികൾ വാശി കാണിക്കുന്നത് വളർച്ചയുടെ സ്വാഭാവിക ഭാഗമാണ്. പ്രത്യേകിച്ച് 1 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വാശി പ്രധാന മാർഗമാണ്. എന്നാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പല മാതാപിതാക്കൾക്കും അറിയില്ല. വാശി കാണിക്കുന്നത് കുട്ടിയുടെ തെറ്റല്ല, അത് അവരുടെ വികാരങ്ങൾ പറയുവാനുള്ള ഒരു രീതിയാണ്. ആദ്യമായി കുട്ടി എന്തുകൊണ്ട് വാശി കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പലപ്പോഴും വിശപ്പ്, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാത്തത് പോലുള്ള കാരണങ്ങളാണ്. ഇവ പരിഹരിച്ചാൽ തന്നെ വാശി കുറയാം. ഉദാഹരണത്തിന്, സമയം പാലിച്ച് ഭക്ഷണം കൊടുക്കുക, ഉറക്കത്തിന് ഒരു റൂട്ടീൻ ഉണ്ടാക്കുക എന്നിവ വളരെ സഹായകരമാണ്. വാശി തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ ശാന്തത പാലിക്കണം. നമുക്ക് കോപം വന്നാൽ കുട്ടിയും കൂടുതൽ പ്രതികരിക്കും. ശബ്ദമുയർത്താതെ നന്നായി സംസാരിക്കുക. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് പകരം ഇത് ചെയ്യാമെന്ന് പോസിറ്റീവായി പറയാൻ ശ്രമിക്കുക. ഇത് കുട്ടികൾക്ക് കൂടുതൽ എളുപ്പം മനസ്സിലാകും. കുട്ടിയുടെ ശ്രദ്ധ മാറ്റുന്നത് വളരെ ഫലപ്രദമായ ഒരു ട്രിക്കാണ്. ഉദാഹരണത്തിന്, അവൻ കരയുമ്പോൾ ഒരു കളിപ്പാട്ടം കാണിക്കുക അല്ലെങ്കിൽ ഒരു കഥ പറയുക. കൂടാതെ ചെറിയ തിരഞ്ഞെടുപ്പുകൾ നൽകുക. ഇത് അവരുടെ മനസ്സിനെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കും. നീ ഈ ഡ്രസ്സ് ധരിക്കണോ അതോ ആ ഡ്രസ്സാണോ എന്ന പോലെ ഇത് കുട്ടികൾക്ക് അവരുടെ തീരുമാനത്തിൽ പങ്കാളിത്തം ഉണ്ടെന്ന് തോന്നിക്കും. മറ്റൊരു പ്രധാന കാര്യം, നല്ല പെരുമാറ്റം കണ്ടാൽ കുട്ടിയെ പ്രശംസിക്കുക. നല്ല കുട്ടിയാണ് നീ എന്ന് പറഞ്ഞാൽ അവർ അത് വീണ്ടും ചെയ്യാൻ പ്രേരിതരാകും. ഒരുപാട് ശാസിക്കുന്നത് കുട്ടിയുടെ ആത്മവിശ്വാസം കുറയ്ക്കും. അതിനാൽ ശാസനം കുറച്ച് മാർഗനിർദ്ദേശം കൂടുതൽ നൽകുക. കൂടാതെ സ്ക്രീൻ ടൈം കുറയ്ക്കുകയും കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യണം. കളിക്കുക, സംസാരിക്കുക, അവരെ കേൾക്കുക, ഇവയെല്ലാം കുട്ടികളുടെ മനസ്സിനെ ശാന്തമാക്കും. സ്ഥിരതയും വളരെ പ്രാധാന്യമാണ്. ഒരിക്കൽ പറഞ്ഞ നിയമം പിന്നെ മാറ്റാതെ പാലിക്കുക. അവസാനമായി, കുട്ടികളുടെ വാശി ഒരു ഘട്ടമാണ്, അത് കഴിഞ്ഞു പോകും. സ്നേഹവും സഹനവും ഉപയോഗിച്ച് കൈകാര്യം ചെയ്താൽ കുട്ടി നല്ല പെരുമാറ്റം പഠിക്കും. മാതാപിതാക്കളുടെ സമീപനമാണ് കുട്ടിയുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.